ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു കേക്ക് ബോർഡാണ്. അപ്പോൾ കേക്കിൻ്റെ ബോർഡ് വെച്ചിട്ട് നമുക്കൊരു സീനറി ഉണ്ടാക്കാം. അതും നമ്മുടെ വീട്ടിൽ പറമ്പിൽ കിടക്കുന്ന കമ്പും ചില്ലയും ഇലയും ഒക്കെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു സീനറി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സൺസെറ്റിൻ്റെ കളറ് ഒരു ഓറഞ്ചും യെല്ലോയും മിക്സ് ആക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് ബേസ് കോട്ടായിട്ട്. അതൊന്ന് അടിച്ച് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുക. ഒരു ഓറഞ്ചും യെല്ലോയും നല്ല രീതിയിലൊന്ന് മിക്സാക്കി അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മാവിൻ്റെ ഇലയാണ് അടുത്തത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു കുന്നും മലയും എല്ലാ സീനറിയിലും നമ്മൾ പണ്ടേ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കുന്ന്, മല, അരുവി, വീട്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ സീനറിയിലുള്ളത്. പക്ഷേ നമ്മുടെ പറമ്പിലുള്ള നമ്മൾ കത്തിച്ച് കളയുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സീനറി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാവിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. മാവിൻ്റെ ഇല ഇതുപോലെ മലയുടെ കുന്നിൻ്റെ ഒക്കെ രൂപത്തിലൊന്ന് വെട്ടിയെടുത്തിട്ട് അത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് നമ്മളവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു കുന്നിൻ്റെ ഒക്കെ ഒരു പോലെ അതുപോലെ കറക്റ്റായിട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കിട്ടും. അതങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങാണ്. നമുക്ക് തെങ്ങൊന്ന് സെറ്റാക്കി എടുക്കണം. അതിന് കൊഴിഞ്ചിൽ കിട്ടും. അപ്പോൾ അത് പറമ്പിൽ കിടന്നിരുന്നത് അതെടുത്ത് നമുക്കൊന്ന് തെങ്ങാക്കി എടുത്ത് നോക്കാം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് അതിന് ഒരു അളവിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് അടിഭാഗം ഒന്ന് കത്രിക വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരു തെങ്ങിൻ്റെയൊക്കെ ഒരു അടിഭാഗം പരന്നിരിക്കുന്ന പോലെ ആക്കിയെടുക്കാം നമുക്ക്. ഇനി അതും നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മളത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് അതിൻ്റെ അടിയിൽ വരുന്ന രീതിയിൽ പരന്നു പോവാണ്ട് ഒന്ന് വളച്ച് വെക്കുക. തെങ്ങൊക്കെ നിൽക്കുന്ന രീതിയിൽ ഒരിത്തിരി ഒന്ന് വളച്ച് വെച്ച് സെറ്റാക്കി എടുക്കുക. ഇനി നമുക്കതിൻ്റെ പട്ട ഓല ശരിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ മാവിൻ്റെ ഇല തന്നെ ഉണങ്ങിയ ചെറിയ മാവിൻ്റെ ഇല എടുത്തിട്ട് അതൊന്ന് ചെറുതാക്കി ഓലയുടെ രീതിയിൽ ഒന്ന് വെട്ടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒന്ന് വളച്ച് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാതും അതേ രീതിയിൽ തന്നെ ഓരോന്നായിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം നമ്മുടെ തെങ്ങിൻ്റെ ഒക്കെ ഒരു ഷേപ്പാക്കി കിട്ടും. അപ്പോൾ നമ്മുടെ തെങ്ങ് ഒരുവിധം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു വീട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡാണ് നമ്മൾ വെട്ടി ഒട്ടിച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്കതിൻ്റെ മേൽക്കൂരയായിട്ട് നമ്മുടെ അടക്കത്തൊണ്ട് കിട്ടില്ലേ, അടക്കത്തൊണ്ട് ഒന്ന് പകുതിയാക്കി അതിനൊന്ന് വിരിച്ച് വെച്ച് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് വിരിച്ച് വെച്ച് ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ മേൽക്കൂര സെറ്റായി കിട്ടും കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ട് കിട്ടും. അത് നല്ല ഭംഗിയാണ് കാണാൻ. കറക്റ്റ് ആ ഒരു വീടിൻ്റെ മേൽക്കൂര സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ തെങ്ങിൻ്റെ തടവും വരമ്പും പിന്നെ കുറച്ച് പുഴയുടെ ഒരു അരുവിയുടെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് അതും ഒന്ന് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് അതുപോലെ ഓരോന്നുമലായിട്ട് നമുക്ക് കളറ് സെറ്റാക്കി എടുക്കണം. ഇനി വീടിന് നമ്മൾ ഒരു ബ്രൗൺ കളറ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കളിമൺ അതിൻ്റെയൊക്കെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് അടിച്ചു കൊടുത്ത് പിന്നെ മേൽക്കൂരയ്ക്കൊന്നും അടിക്കണില്ല. ആ ഒരു വൈക്കോലിൻ്റെ ആ ഒരു അത് കിട്ടാൻ വേണ്ടിയിട്ട് അതങ്ങനെ തന്നെ നിർത്തിയേക്കാണ്. അതുപോലെ തെങ്ങിൻ്റെ പട്ടക്കും ഇതുപോലെ ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. വീടിനൊന്ന് നമുക്ക് കുറച്ച് ഡിസൈനൊക്കെ വരച്ച് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ പുഴയ്ക്കും ഒരിത്തിരി ബ്ലൂവും വൈറ്റും മിക്സ് ആക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഓരോ ഭാഗം അതുപോലെ മണ്ണിൻ്റെ കളർ കിട്ടാൻ വേണ്ടി ചെറിയൊരു ബ്രൗൺ കളറും അടിച്ചു കൊടുത്ത് നമുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി സീനറി നമ്മുടെ വീട്ടിലുള്ള കളയണ പറമ്പിൽ കിടക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. ഇനി കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ലും തെങ്ങിന് ചുറ്റും പിന്നെ വീടിൻ്റെ സൈഡിലും ചെറിയ മരവും 2 സൈഡിലും മരവും സെറ്റാക്കി എടുക്കുക. അതുപോലെ നമ്മുടെ സൂര്യനെയും സെറ്റാക്കി എടുക്കുക. അതോടുകൂടി നമ്മുടെ ഒരുവിധം എല്ലാ പണിയും നമ്മുടെ ഇതിൽ കഴിഞ്ഞു. ഇത്രയും സിമ്പിളായിട്ടൊരു സീനറി തയ്യാറാക്കി എടുക്കുക അല്ലേ. അതുപോലെ ഇങ്ങനെ 3D ആയിട്ടുള്ള ഒരു സീനറി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.